എല്ലാവരുടെയും ആഗ്രഹമാണ് സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം. എന്നാൽ വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാതെ പോകുന്ന ഒട്ടേറെ പേർ നമുക്കിടയിലുണ്ട്. ചിലപ്പോൾ ജാതകത്തിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനത, ജോലിയില്ലായ്മ, അല്ലെങ്കിൽ ശാരീരിക വൈകല്യം തുടങ്ങിയ പ്രശ്നങ്ങളാൽ ചിലരുടെയെങ്കിലും വിവാഹം നടക്കാൻ കാലതാമസമെത്തുന്നു. നിങ്ങളുടെ വിവാഹം എന്നാണ് നടക്കുക, ഏത് ദിശയിൽ നിന്നാവും നിങ്ങൾക്ക് വിവാഹം വരിക എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതാണ് ഹനുമത് വിവാഹ പരീക്ഷാ ചക്രം. ഹനുമാൻ ജ്യോതിഷത്തിലാണ് ഹനുമത് വിവാഹ പരീക്ഷാ ചക്രത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. വൃത്തരൂപത്തിൽ 10 ദളങ്ങളോടുകൂടിയ ഒരു ചക്രമാണ് ഹനുമത് ചക്രം. ഓരോ ദളത്തിലും ധ്യാനപൂർവം നാമങ്ങൾ കുറിച്ചിരിക്കുകയാണ്. ഓരോ ദളത്തിലെയും അക്കങ്ങളും നാമങ്ങളും അടങ്ങിയതാണ് ദേവതാബലം. ഭാവിയെ വിവരിക്കുന്നതാണ് ഈ ബലങ്ങൾ. ഈ ചക്രത്തിൽ തെളിയുന്ന ഫലമായിരിക്കും അനുഭവവേദ്യമാകുക. വെറും തമാശയായി ഈ ചക്രത്തെ നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്. അതീവ സൂക്ഷ്മതയോടെ വേണം ഈ ചക്രം ഉപയോഗിക്കുവാൻ. ഒരിക്കൽ ഈ ചക്രം പരീക്ഷിച്ചാൽ വീണ്ടും പരീക്ഷിക്കരുത്. എന്നാൽ ഉദ്ദേശത്തിന് വിഘ്നം ഫലം. ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരാഴ്ച കഴിഞ്ഞേ നിങ്ങൾ ഈ ചക്രം ഉപയോഗിക്കാവൂ. ഉപയോഗിക്കേണ്ട രീതി ഇങ്ങനെയാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന ഹനുമാൻ രൂപത്തെ ഏറെ ഭക്തിയോടെ വീക്ഷിക്കുക. ശരിയായ ഫലം തന്നെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ശേഷം ഈ മന്ത്രം ഉരുവിടുക. മന്ത്രം ഞാൻ പറയാം. ഓം ഹ്രീം സുന്ദരരൂപായ കല്യാണ ചക്ര നിലയവാസായ ഹനുമത് മൂർത്തയേ നമോ നമഃ. ഇനി ഈ ചക്രങ്ങളിൽ ഏതെങ്കിലും ഒരു പേര് തിരഞ്ഞെടുക്കുക. പേരുകൾ ഞാൻ പറയാം. 1 വിഭീഷണൻ, 2 ശ്രീരാമൻ, 3 ലക്ഷ്മണൻ, 4 ജാംബവാൻ, 5 അംഗദൻ, 6 ഹനുമാൻ, 7 ബാലി, 8 നളൻ, 9 നീലൻ, 10 സുഗ്രീവൻ. നിങ്ങളിതിൽ ഏതെങ്കിലും ഒരു പേര് തിരഞ്ഞെടുത്തു എന്ന് ഞാൻ കരുതുന്നു. ഇനി ഞാൻ ഫലം പറയാം. 1 വിഭീഷണൻ എന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ തെക്ക് ദിശയിൽ നിന്നായിരിക്കും നിങ്ങളുടെ വിവാഹം നടക്കുക. എന്നാൽ കാലതാമസം ഫലമായി പറയുന്നു. 2 ശ്രീരാമൻ. ശ്രീരാമനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ സ്വന്തം ഗൃഹത്തിൽ വെച്ചായിരിക്കില്ല വിവാഹം. എന്നാൽ കുറച്ച് കാലതാമസം വന്നു ചേരുകയും ചെയ്യും. 3 ലക്ഷ്മണൻ. ലക്ഷ്മണനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ പൂർവ്വദിശയിൽ നിന്നും ഉടൻ തന്നെ വിവാഹം നടക്കും. 4 ജാംബവാൻ. ജാംബവാനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ പെട്ടെന്ന് വിവാഹം ഫലമായി കാണുന്നു. 5 അംഗദനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ വിവാഹം നടക്കുന്നതാണ്. 6 ഹനുമാനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ വിവാഹം നടക്കും, എന്നാൽ കുറച്ചുകൂടി കാത്തിരിക്കണം. 7 ബാലിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ മംഗല്യഭാഗ്യത്തിന് തടസ്സം കാണുന്നുണ്ട്. 8 നളനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ വീട്ടിനടുത്തു നിന്ന് വിവാഹം നടക്കും, അധികം താമസിക്കേണ്ടി വരില്ല. 9 നീലനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ വിവാഹത്തിന് കാലതാമസം ഉണ്ട്. 10 സുഗ്രീവനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അന്യനാട്ടിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് വിവാഹം, വളരെ വൈകില്ല. ഫലം ശുഭമല്ലെങ്കിൽ ദുഃഖിക്കേണ്ടതായ യാതൊരു. അടുത്തുള്ള ഹനുമാൻ അമ്പലങ്ങളിൽ വ്യാഴാഴ്ചയോ ശനിയാഴ്ചയോ പോയി അവൽ നിവേദ്യമോ വെറ്റിലമാലയോ കഴിപ്പിക്കണം. തടസ്സം നീങ്ങിക്കിട്ടുന്നതാണ്. ശേഷം വീണ്ടും ഒന്നുകൂടി ഹനുമത് ചക്രം ഉപയോഗിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും തമാശയായി ഇത് കാണരുത്.
അതീവ സൂക്ഷ്മതയോടെ വേണം ഹനുമത് ചക്രം ഉപയോഗിക്കാൻ. ഉപയോഗിക്കുന്നതിനിടയിൽ എന്തെങ്കിലും കാരണവശാൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 108 തവണ ഞാൻ ഈ പറയുന്ന മന്ത്രം ജപിച്ചാൽ മതിയാകും. പ്രത്യക്ഷ വീര ഹനുമത് മൂർത്തയെ സർവാപരാധം ക്ഷമസ്വ ക്ഷമസ്വ എന്ന് 108 തവണ ജപിച്ചാൽ മതിയാകും.